ഹലോ, എല്ലാവർക്കും ഡി എസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചപ്പാത്തി നമ്മൾ എളുപ്പത്തിൽ എങ്ങനെയാണ് ഇതിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കുഴച്ചെടുക്കാമെന്ന് കാണാം. ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് റേഷൻ കടയിലെ ഇതേപോലുള്ള ഗോതമ്പ് പൊടിയാണ്. എളുപ്പത്തിൽ എങ്ങനെയാണ് കുഴച്ചെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മിക്സിൻ്റെ ജാറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മളിത് റേഷനരി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ നമ്മളൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ചെയ്തെടുക്കുന്നതാവും വേറെ നല്ലത്. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പാണ്. പിന്നെ നമ്മൾ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാകത്തിന് ഇളം ചൂടുള്ള വെള്ളമാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം. നമ്മൾ കൈകൊണ്ട് കുടഞ്ഞെടുക്കുന്ന അതേപോലെ തന്നെയാണ് മിക്സിൻ്റെ ജാറിലും ഇട്ട് കൊടുക്കേണ്ടത്. കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് കുഴച്ചെടുക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം ഒഴിച്ച് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് തൊട്ട് നോക്കിയാൽ അറിയാം എത്രത്തോളം കുഴഞ്ഞിരിക്കുന്നതെന്ന്. അപ്പോൾ കുറവാണെങ്കിൽ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടി ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ അധികം വെള്ളം ആയിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതാണ് ശ്രദ്ധിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിതാ ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ സാധാരണ പോലെ ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് സമയം നമ്മൾ ഒരു 3-4 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നെയ്ക്ക് പകരം എണ്ണ എടുത്താൽ കൂടുതൽ സോഫ്റ്റ് ആവും. കൂടുതൽ സമയം മാവ് കുഴച്ചെടുക്കുമ്പോഴാണ് ചപ്പാത്തി കൂടുതൽ സോഫ്റ്റായി വരിക. മാവ് നല്ലതുപോലെ കുഴച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ പുരട്ടി മൂടി വെച്ച് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പരമാവധി അരമണിക്കൂറാണ്. കൂടുതൽ സമയം വെച്ചാൽ ചപ്പാത്തി നല്ല സോഫ്റ്റായി കിട്ടും, പൊങ്ങി വരും. ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായി ഉരുട്ടി പരത്തിയെടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയത്ത് ഞാനിവിടെ ഗ്രീൻ പീസ് കറിയെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഗോതമ്പ് പൊടി അരിച്ചെടുത്തതാണിത്. ഇത് ഒന്ന് തടവി കൊടുത്ത് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചും മറിച്ചും ഇടാതെ പരത്തിയെടുക്കണം, ഒരേ വശം തന്നെ. എന്നാലാണ് പൊങ്ങി വരാൻ വേണ്ടി എളുപ്പമാവുക. കൂടുതൽ പൊടി ഇടാതെ നോക്കണം, അല്ലെങ്കിൽ ചപ്പാത്തി ഭയങ്കര കട്ടിയായി പോവും. ഞാനിപ്പം ഇതുപോലെ ചപ്പാത്തി പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അത് നല്ലതുപോലെ ചൂടായി വരണം. നമ്മൾ ചുട്ടെടുക്കുമ്പോൾ കുറച്ചെല്ലാം കാര്യം ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ നല്ല ചൂടിലായിരിക്കണം ചപ്പാത്തി ഇട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുത്ത് ചെറിയ ചെറിയ കുമിള വരുന്ന സമയത്താണ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം. ചപ്പാത്തി 2 ഭാഗം ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ മേലെ നമ്മൾ നെയ്യ് പുരട്ടി കൊടുക്കാം. നെയ്യ് പുരട്ടി കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ചപ്പാത്തിക്ക് ഉണ്ടാവുക. അപ്പോൾ മാറ്റി വെക്കാം. ഇനി എല്ലാതും ഇങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പോൾ ചപ്പാത്തി എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സോഫ്റ്റായ ചപ്പാത്തി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.